ഇപ്പോൾ സമയം ഒരു 7 മണിയായിട്ടുണ്ട്. ആരും എണീറ്റിട്ടില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഉമ്മ ദാ നേരത്തെ തന്നെ എണീറ്റ് പുറം കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 8:30ക്കാണ് ട്രെയിൻ ചെന്നൈയിലെത്തുക. അപ്പോൾ അതാ ചെന്നൈയിലെത്തി 8:30 ആയപ്പോൾ എല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഇനി ഒന്ന് ഫ്രഷ് ആവണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ തന്നെ റൂമുണ്ട് കേട്ടോ. നമുക്ക് കുളിക്കാനും ഫ്രഷ് ആവാനൊക്കെ ഡ്രസ്സ് മാറ്റാനൊക്കെ പറ്റിയ ഒരു റൂമുണ്ട്. അവിടെ പോയിട്ട് ഇതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഇതാ സ്റ്റേഷനിൽ തന്നെ വന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ചായ കുടിക്കണം. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അതാ അങ്ങോട്ട് നടന്ന് പോവുകയാണ്. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ തന്നെ ഉണ്ടോ മോൻ്റെ ഹെഡ് ഓഫീസ്. അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് കയറാനുള്ള അനുവാദമല്ല, പക്ഷെ ഓന് കയറാം. ID കാർഡ് ഉണ്ട്, ഞങ്ങൾക്ക് കയറാൻ പറ്റൂല. ഞങ്ങളെല്ലാവരും പുറത്ത് നിന്ന് കണ്ടു പോന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. നല്ല നെയ്റോസ്റ്റും വടയും ഒക്കെയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയത് ബസ് സ്റ്റാൻഡിലേക്കാണ്. ചെന്നൈ ബസ് സ്റ്റാൻഡ് അടിപൊളിയാണ് കേട്ടോ കാണാൻ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് മാത്രം ബസ്, സ്ത്രീകൾക്ക് ബസ്സിന് പൈസ വേണ്ട, അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് സമയമൊക്കെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പിന്നെ അവിടുന്ന് പോകുന്നത്. അവിടെ നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ അടുത്തത് ഞങ്ങൾ പോയത് മെട്രോയിൽ കയറാനാണ്. നല്ല പേടിയുണ്ട്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. കാരണം ആദ്യമായിട്ടാണ്. ലിഫ്റ്റൊക്കെ കയറാൻ നല്ല ധൈര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ പേടിച്ചിട്ടാണെങ്കിലും മെട്രോയിലൊക്കെ കയറിയിരുന്നു. ഇതെങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ച് അന്താളിച്ചിരിക്കുമ്പോഴാണ് അമ്മായിമ്മയും മരുമോളും നല്ല സെൽഫി എടുക്കൽ. അങ്ങനെ ഇതാ വണ്ടി പോയി തുടങ്ങിയിട്ടോ. അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നല്ല സ്പീഡാണ്. കുത്തിക്കുലുക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇരുന്നെടുത്താൽ മതി. കണ്ണടച്ച് തുറക്കണതിൻ്റെ മുന്നേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തും. അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത. മെട്രോന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് എഗ്മോർ ഗവൺമെൻറ് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ഇവിടെ കാണാനായിട്ട് ഒരുപാട് ഉണ്ട്. ഓരോ സെക്ഷനാണ്. ആദ്യം ഞങ്ങൾ കയറിയത് ഇതാ പിന്നെ പഴയ കാലത്ത് കല്ലിലൊക്കെ കൊത്തി വെച്ച വിഗ്രഹങ്ങളും പഴയ കാലത്ത് എഴുതി വെച്ചത് കാര്യങ്ങൾ, കല്ലിൽ എഴുതി വെച്ചത് കണ്ടില്ലേ, താളിയോല, പഴയ കാലത്ത് താളിയോല എഴുതി, ഇതിലൊക്കെ നിറച്ച് എഴുത്തുകളാണ് കേട്ടോ. പക്ഷെ എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ ശരിക്കും വരേണ്ടത് നമ്മൾ പിന്നെ PSCക്കൊക്കെ പഠിക്കണ കുട്ടികൾ, അതേപോലെ പഠിക്കണ കുട്ടികളൊക്കെയാണ് ഇവിടെ വരേണ്ടത്. ഇവർക്കിത് നല്ല ഉപകാരപ്പെടും. പിന്നെ ഇതിൻ്റെയൊക്കെ ഓരോ എഴുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തമിഴിലും ഹിന്ദിയിലൊക്കെയാണ്. അതൊന്നും നമുക്ക് വായിക്കാൻ അറിയില്ലല്ലോ. നമ്മളത് ഇങ്ങനെ കണ്ടു എന്നല്ലാതെ. പക്ഷെ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ. പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ അടുത്തത് കാണാൻ പോയത് കോയിൻ ഗാലറി എന്ന് പറയും. അതായത് എല്ലാ രാജ്യത്തെയും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും ഇപ്പോൾ ഉപയോഗിക്കുന്ന നാണയങ്ങളും. ഇപ്പം നമ്മളെ ഇന്ത്യയിലാണെങ്കിൽ 1 പൈസ 2 പൈസ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട്. പിന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന 5 രൂപ 10 രൂപ 20 രൂപ അങ്ങനത്തെ നാണയങ്ങളും അങ്ങനെ എല്ലാ രാജ്യത്തെ നാണയങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ വിവരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ അതൊക്കെ കണ്ടിറങ്ങി. പിന്നെ അടുത്തത് ഞങ്ങൾ പോയത് ഇത് കാണാനാണ് കേട്ടോ. നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ വിവരണങ്ങളും നിങ്ങളൊന്ന് കണ്ടു നോക്കി. The shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്തുള്ള രാജാക്കന്മാരുടെ ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വീഡിയോസും ഫോട്ടോസും ഒന്നും പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് കുറച്ച് സെൽഫി ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേന് 2 മണിയായി. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ ചെന്നൈത്തെ സ്പെഷ്യലായ ബിരിയാണി മാത്രം കിട്ടുന്ന ഒരു ഹോട്ടലിലാണ് കേട്ടോ കയറിയത്.
അങ്ങനെ അവിടുത്തെ ബിരിയാണിയൊക്കെ കഴിച്ച് അടിപൊളി ബിരിയാണിയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളിവിടുത്തെ ഒരു കപ്സൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണെന്നുള്ളൂ. പിന്നെ ഇവർ ബിരിയാണി വിളമ്പണീൻ്റെ മുന്നേ ഒരു മധുരമുള്ളൊരു സാധനം ആദ്യം തരും കേട്ടോ, ഒരു ഡെസേർട്ട് പോലത്തെ ഒരു സാധനം. പിന്നെ ഇതിൽ ഇവരെ ബിരിയാണിക്കുള്ള എന്താണെന്ന് വെച്ചാൽ ബ്രിഞ്ചാൽ കറി ഉണ്ട്. നമ്മളെ ഇവിടുത്തെ വൈതനങ്ങേൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ അത് ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു അച്ചാർ നമ്മളെ ബിരിയാണിക്ക് അച്ചാർ കൂട്ടുമ്പോൾ തന്നെ ഈ ബിരിയാണിക്ക് അത് ഒരു നല്ല ടേസ്റ്റാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ അവിടുന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ പോണത് മോൻ്റെ ഓഫീസിലേക്കാണ് കേട്ടോ. ഓനെന്തോ അവിടെ സൈൻ ചെയ്യാണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ട്രെയിനിലാണ് കേട്ടോ പോണത്. അങ്ങനെ ട്രെയിൻ വന്നു, അതിലേക്ക് കയറി. ഇതാ നല്ല രസമായിരുന്നു കേട്ടോ ഈ ട്രെയിൻ യാത്ര. എനിക്കിഷ്ടമായി, ഞാൻ നല്ലവണ്ണം എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ബൈ.